السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل لعباده مواسم ينالون فيها رضاه وأياما يزدادون فيها قربا منه جل في علاه فيضاعف أجورهم ويجزل ثوابهم وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله. قال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ഏറ്റവും നല്ല സുന്ദരങ്ങളായ ഈ ദിനരാത്രങ്ങളെയും മരണം വരെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു ഈമാനോടെയും ഇഖ്ലാസോടെയും ഈ ഒരു വസിയത്തിനെ ജീവിതത്തിൽ നടപ്പാക്കുന്നവരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല സുന്ദരങ്ങളായ ദിനരാത്രങ്ങൾ നമ്മുടെ ആരാധനകളോടുള്ള സമീപനങ്ങളിൽ കൂടുതലൊരു ശ്രദ്ധയും ഒരു ബോധവുമൊക്കെ കടന്നു വരാൻ പാകത്തിൽ ചില നിശ്ചിത സമയങ്ങളെ അതല്ലെങ്കിൽ ചില നിശ്ചിത ഇടങ്ങളെയൊക്കെ വലിയ പവിത്രമായി അല്ലെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠത കൽപ്പിക്കുന്നതായി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹു പരിപാവനമായ പവിത്രമാക്കിയ ഹറം, അവിടെയുള്ള നമസ്കാരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാചാലനാകുമ്പോൾ അതേ പ്രവർത്തനങ്ങൾ, അതേ ഇബാദത്തുകൾ അതല്ലാത്ത സ്ഥലത്ത് വച്ച് നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ഗൗരവവും അതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നന്നായി നല്ല ഇഖ്ലാസോടുകൂടി അതിനെ പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ ചില സീസണുകളുണ്ട്, ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഇതുവരെയുള്ള നമ്മുടെ ആരാധനകളോടുള്ള സമീപനങ്ങളിൽ ഒരു പുതിയ മാറ്റം, ഒരു ഉണർവ്, ഏറ്റവും നല്ലൊരു ആവേശം കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കുകയാണ്, മോഹിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ. പുലരി തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയണമെങ്കിൽ ആ കാര്യം അതീവ വിശിഷ്ടവും ഏറെ ശ്രേഷ്ഠകരവുമാവണം. അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളെയാണ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റബ്ബ് സത്യം ചെയ്ത് പറഞ്ഞത് പുലരിയെയാണ്. പുലരി തന്നെയാണ് സത്യം. അതൊരു മഹാപ്രതിഭാസമാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ ആ പുലരിയുടെ മഹാ അത്ഭുതം പോലെ, അതിൻ്റെ അതിവിശുദ്ധിയെ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ മഹത്വം പോലെ അള്ളാഹു എടുത്തു പറഞ്ഞു അടുത്ത ആയത്ത്: വലയാലിൻ അശർ. 10 രാവുകൾ തന്നെയാകുന്നു സത്യം. 10 രാവുകൾ തന്നെയാകുന്നു സത്യം. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭൂരിഭാഗം മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടത് അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി നിശ്ചയിച്ചു തന്ന മാസങ്ങളിലൊന്ന്. മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ വാക്കുകളെ ജീവിതത്തിൽ നിർവഹിക്കുവാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നന്നായി അകലാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ട നാളുകൾ. ആ നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും പവിത്രകരമായ അല്ലെങ്കിൽ മഹത്വമേറിയ നാളുകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലയാലിൻ അശ്റിനെ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് നമുക്ക് നൽകുന്ന ഉപദേശവും അതാണ്. കാരണം ഈ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ പോലല്ല. ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാവിൻ തുമ്പുകളിൽ ഇട്ടുകൊണ്ട് നിറയുന്ന നാളുകൾ. എത്ര ആളുകളാണ് മക്കയിലും അതുപോലെ തന്നെ അതിൻ്റെ പരിസരങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്നത്? അവരുടെ നാവുകളിലും മനസ്സുകളിലും അള്ളാ എന്ന വിളികളാണ്. റബ്ബിൻ്റെ വിളിയാളങ്ങൾക്ക് ഉത്തരമായി റബ്ബേ ഞാനിതാ ഹാജറാൻ എന്ന് പറഞ്ഞവർ നിറയുന്ന ദിനരാത്രങ്ങൾ. അതവിടെ മാത്രമല്ലല്ലോ, ഈ നാനാഭാഗങ്ങളിലും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മനുഷ്യർ അള്ളാഹുവിനെ ഓർക്കുന്ന ദിനങ്ങൾ എന്നാണ് റബ്ബ് അതിനെ പരിചയപ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വയദ്കുറു
വയദ്കുറു ഇസ്മല്ലാഹി അലൈഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. അറിയപ്പെട്ട ദിവസങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന ദിവസങ്ങൾ, അള്ളാഹുവിൻ്റെ ഇസ്മിനെ, ആ ഇസ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോളം മഹത്തരമായ ഇസ്മു വേറല്ല. ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ദുആയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ മഹത്വം നമുക്കറിയാം. ആ ഇസ്മുകൾ നിറയുന്ന, ആ നാമങ്ങൾ നിറയുന്ന അതിസുന്ദരമായ ദിനരാത്രങ്ങളിൽ നമ്മളെങ്ങനെ അശ്രദ്ധയിൽ കഴിയും അല്ലെ? പലപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന ആരാധനകളോടുണ്ടായിരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. ആ ഒരു സമീപനങ്ങളിൽ കൂടുതൽ ഒരു ഉണർവും ഒരു ഊർജവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവണം. അള്ളാഹു അത് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള അമലുകൾ റസൂലുള്ളാഹി പറഞ്ഞു, ഏതൊരമലും നിസ്സാരമാണ് എന്ന് നമ്മൾ കണക്കാക്കുന്ന ഏതൊരു അമലും, സ്വാലിഹായ അമൽ, അത് അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ്, ഇഷ്ടപ്പെട്ട അമലാണ്. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ജിഹാദിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമാണോ എന്നാൽ? ജിഹാദ് എന്താന്ന് സ്വഹാബത്തിന് നമ്മൾ പരിചയപ്പെടുത്തേണ്ട. നമ്മളെക്കാളും ജിഹാദിന് വേണ്ടി അധ്വാനിച്ചവർ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചവർ, അവരുടെ സംശയമാണ്, റസൂലെ, ജിഹാദിനേക്കാളും ശ്രേഷ്ഠകരമാണെന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ബൈത്തിങ്കൽ, കഅബയുടെ അരികിൽ, ഹജറുൽ അസ്വദിൻ്റെ അരികിൽ നിന്ന് ഒരാൾ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി വിശദീകരിക്കാൻ, ആ ധർമ്മസമരത്തെക്കാൾ ആ ജിഹാദിനേക്കാൾ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ് ഈ ദിവസത്തിലെ അമലു സാലിഹ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കതാൻ, മാ മിൻ അയ്യാമിൽ അമലു സാലിഹി ഫീഹിൻ. ഈ നാളുകളിൽ ഒരാൾ ചെയ്യുന്ന സ്വാലിഹായ അമലിനോളം പോന്ന ഒന്നില്ല. അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ പ്രിയപ്പെട്ടതായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ, ഏതെല്ലാം അമലുകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളുണ്ട്. അതിലൊന്നാമത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന തിന്മകളിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, ഖേദിച്ചു മടങ്ങുക, തൗബയെ നന്നാക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്, അള്ളാഹുവേ, ചെയ്തു പോയ തിന്മകളെ റബ്ബേ നീ എനിക്ക് വിട്ടുപുറച്ച് മാപ്പാക്കി തരണേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളിലും കുറവുകളിലും ഞാൻ അങ്ങേയറ്റം ഖേദമുള്ളവൻ. മനസ്സിന്ന് വരുന്ന തൗബയെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാമതായി ആലോചിക്കേണ്ടത്. ഏതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ വരുന്ന നാളുകളിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നതാണ് ജീവിതത്തിൽ വന്ന പാളിച്ചകൾ. അത് റബ്ബിനോട് മാത്രമല്ല, ചില മനുഷ്യന്മാരോട് ചെയ്ത ഉപദ്രവങ്ങളുണ്ടാവും, അതും പൊറുക്കപ്പെടണം. മനുഷ്യന്മാരോട് ചെയ്ത ഏറ്റവും നല്ല ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിലുള്ള ബന്ധം നന്നാക്കുമ്പോൾ നമുക്കിടയിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, അസ്വാരസ്യങ്ങളെ നന്നാക്കുവാനും വിശ്വാസി എന്ന നിലക്ക് ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലി അഖീ. തൻ്റെ സഹോദരനോട് എന്തെങ്കിലും അക്രമം വാക്കാലോ നോക്കാലോ മറ്റു പ്രവർത്തിയാലോ ജീവിതത്തിൽ പറ്റാത്തവരാരുമില്ലല്ലോ. നമ്മളൊരു സമൂഹ ജീവിയാണ്. പലപ്പോഴും റൂമുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയുമ്പോൾ വാക്കുകൊണ്ട് വേദനിപ്പിച്ചതുണ്ടാകും, അതല്ലെങ്കിൽ അവൻ ചെയ്തതിനോടൊന്നും നോക്കി ഭയപ്പെടുത്തിയതുണ്ടാകും. അതിൻ്റെ പേരിൽ ആഴ്ചകളും മാസങ്ങളും പിണങ്ങി നിന്നതുണ്ടാകും. പക്ഷേ ഇനി അതല്ല, ചിലപ്പോൾ അതിലും വലുത് സാമ്പത്തികമായി പലരെയും പറ്റിച്ചതുണ്ടാകും. അല്ലേ? അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു മനുഷ്യനോട് അതിലുണ്ടാക്കേണ്ട ഒരു സമീപനം ഉണ്ടല്ലോ, ബന്ധം നന്നാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ന്യായങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ടല്ലോ, അന്യായങ്ങൾ ചെയ്തു പോയതിന് മാപ്പ് ചോദിക്കേണ്ടതുണ്ടല്ലോ. ആരോടെങ്കിലും മദ്ലമത്ത് കാണിച്ചിട്ടുണ്ടോ സഹോദരനോട്? റസൂലുള്ളാഹി പറഞ്ഞു, ഇതിനെ പരിഹരിക്കട്ടെ, അവൻ പരിഹരിക്കട്ടെ. ആ മദ്ലമത്തിൽ നിന്ന് അവൻ പരിഹരിച്ച് അവരുടെ ബന്ധങ്ങൾ നന്നാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഉപദേശത്തെ ആദ്യമായി ഈ നാളുകളിൽ നമ്മൾ നെഞ്ചേറ്റണം. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടുന്ന നാളുകളാണ്. നന്നായി അള്ളാഹുവിനെ ഓർക്കും. മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരല്ല എന്നല്ല, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്, അള്ളാഹുവിൻ്റെ പേരിലാണ് നമ്മൾ രാവുകളിൽ എണീക്കുന്നത്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ പോലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് സ്തുതി പറയുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ ദിവസങ്ങളിൽ അത് കൂടണം. മറ്റുള്ള ദിവസങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ
അയാൾക്ക് രാവ് മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. പകല് മുഴുവൻ ദാഹിച്ചു വലഞ്ഞ് നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിന്റെ വരികളെ ഈ ദിവസങ്ങളോടൊപ്പം ചേർത്ത് വായിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നെഞ്ചുകളിൽ ആവേശം നിറയുക. ഒരു അമലു സ്വാലിഹിനോട് നമ്മുടെ മനസ്സ് കൊതിക്കുക. ഈ ദിവസങ്ങളിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, അൽഹംദുലില്ലാഹ്, തിന്നതിനും ഉടുത്തതിനും ഒക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നോക്കൂ. അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിഗണിക്കുക മറ്റു ദിവസങ്ങളിൽ പരിഗണിക്കുന്നത് പോലെയല്ല എന്ന് പറയുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ ആഴത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓളിയിട്ടിറങ്ങുന്നത്. അള്ളാഹു അങ്ങനെയുള്ളൊരു ബോധം നമ്മളിൽ നിലനിർത്തട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ ഇത്രമേൽ അഅളമായ, അളീം എന്നുള്ളതിൻ്റെ ഇസ്മു തഫ്ളീലാണ്, ഏറ്റവും മഹത്തരമായ നാളുകൾ വേറെയില്ല. വല അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടത് ഇതിനോളം വേറെയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മിൻ ഹാദിഹിൽ അയ്യാമുൽ അശ്ർ, അത് ഈ അയ്യാമുൽ അശ്റാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാൻ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും അല്ലാഹുവാൻ, ഏകനായ അല്ലാഹ്, ലാ ഇലാഹ, അവനല്ലാതെ ഒരു ശക്തിയുമില്ല, അവനല്ലാതെ ഒരു ആരാധനയുമില്ല. എന്നെ പടച്ചതും എനിക്കെല്ലാം നൽകിയതും എനിക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതും അല്ലാഹുവാൻ. എൻ്റെ കാര്യം വരമേൽപ്പിക്കാൻ അവനോളം കഴിവുള്ള ഒരു ശക്തിയില്ല, ഒരു വ്യക്തിയില്ല, ഒരു വസ്തുവില്ല ഈ പ്രപഞ്ചത്തിൽ. ആ ഒരു കലിമത്തു തൗഹീദിനെ വർദ്ധിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വത്തക്ബീർ, അല്ലേ, ആ അള്ളാഹിൻ്റെ മഹത്വം അറിയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിനോളം വലിയ എൻ്റെ ഉദ്ദേശങ്ങളും എൻ്റെ തീരുമാനങ്ങളുമല്ല, അതിനുപുറത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ എന്ന വാക്കുകൾ നെഞ്ചുകളിൽ നിറയുക, നാവുകളിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുക്കുക. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന് ധാരാളം വർദ്ധിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ തക്ബീറുകളും ഈ തഹ്ലീലുകളും അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അർശിനെ ഇങ്ങനെ പൊതിയുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ. ആ വരി ഭയങ്കര രസാൻ. ഇന്നല്ലദീന തദ്കുറൂന മിൻ ജലാലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കുക എന്ന് പറയുന്നത്. വതസ്ബീഹിഹി വതഹ്മീദി, അവനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അവനൊരു കുറവുമില്ല, ഒരു കുറ്റമില്ല, എല്ലാത്തിനും പെർഫെക്റ്റ് ആയ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അവനത്ര പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്ക്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന വാക്ക്, തഹ്ലീലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്ക്, തതഅത്തഫു ഹൗലൽ അർശ്, ആ വാക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. തതഅത്തഫു, അത് മിഅ്തഫ് എന്ന് നമ്മൾ പറയും. നമ്മളിങ്ങനെ ശരീരം ഒരു വസ്ത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ഓവർകോട്ട് ഇടൂലേ, ഭംഗിക്ക് വേണ്ടി, നല്ല രസമാണ് കാണാൻ. റസൂലുള്ളാഹി മിഅ്തഫ് എന്നാണ് അറബിയിൽ അതിന് ഉപയോഗിക്കുക. ഇവിടെ റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്കാണ് തതഅത്തഫ്, അത് അതിനെങ്ങനെ പൊതിയും, ഭംഗിയാൽ അർശിൻ്റെ ചുറ്റിലും അത് വന്നു നിറയും. നമ്മുടെ തഹ്ലീലുകളും നമ്മുടെ തക്ബീറുകളും അള്ളാഹുവിൻ്റെ അർശിനെ കൂടുതൽ മഹത്തരമാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലഹുന്ന ദബിയുൻ കദബിയിൻ നഹൽ, ആ തസ്ബീഹുകൾക്ക് തേനീച്ചകളുടെ മൂളക്കമുണ്ട്. തേനീച്ചകളുടെ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട് പോലെ, അതിൻ്റെ മൂളൽ പോലെ തസ്ബീഹുകളും തഹ്ലീലുകളാലും അർശ് നിറയുമെന്നാൻ, അർശിൻ്റെ ചുറ്റിലും നിറയുമെന്നാൻ. യുദക്കിർന ബി സാഹിബിഹിന്ന, അവിടെയാണ് ഞാനും നിങ്ങളും ഈ ദിവസങ്ങൾ അശ്രദ്ധയിൽ കഴിയാതിരിക്കുന്നത്. വെറുതെ റീൽസുകളിലും വെറുതെ മൊബൈൽ ഫോണുകളിലും സമയം എങ്ങനെ തള്ളി നീക്കല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സമയം ചെലവഴിക്കുക. കാരണം ആ അർശിൻ്റെ അരികിൽ നമ്മൾ ഉരുവിടുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തേനീച്ചകളുടെ മൂളക്കം പോലെ നിറയുമ്പോൾ ആ തസ്ബീഹുകൾ അതിൻ്റെ ആളെ സംബന്ധിച്ച് അവിടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അയാളുടെ പേരുകൾ ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഒന്നും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് മെനഞ്ഞെടുക്കാൻ കഴിയൂല. റസൂലുള്ളാഹി പറഞ്ഞു, യുദക്കിർന ബി സാഹിബിഹിന്ന, ആ തഹ്ലീലുകളുടെ ആ ദിക്റുകളുടെ ആളെ സംബന്ധിച്ച് അവിടെ അങ്ങനെ പറയപ്പെടും, സ്മരിക്കപ്പെടും. അഫല യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാ യസാലു ലഹു ഇൻദല്ലാഹി ശൈഉൻ യുദക്കിറു ബിഹി, നമ്മളെപ്പറ്റി ഇങ്ങനെ ഓർമ്മിക്കുന്ന നമ്മളെ സ്മാരകങ്ങൾ. ദുനിയാവിൽ സ്മാരകം കെട്ടാൻ കുറേ ആൾക്കാരുണ്ട് നമ്മളെ പേരിൽ മരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ റബ്ബിൻ്റെ അർശിൻ്റെ അരികിൽ സ്മരിക്കപ്പെടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ? ദിക്റുകളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ നമുക്ക് ചെയ്യാനുള്ള അതീവമായ മഹത്തരമായ ആ ഒരു കർമ്മം. മറ്റൊരു കാര്യം 5 നേരത്തെ നമസ്കാരം തന്നെയാണ്. നമസ്കാരം മാത്രമല്ല, റബ്ബ് നിർബന്ധമാക്കിയ ബാധ്യതകൾ വീഴ്ച വരുത്താതെ നിർവഹിക്കുക. കാരണം
ആ കർമ്മം ചെയ്യുന്നത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റസൂലുള്ള പറഞ്ഞതും അതാണ്, നിർബന്ധമായി അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ചെയ്യുന്നിടത്തോളം ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, റബ്ബിന്റെ സാമീപ്യം ഉണ്ടാവും. മാത്രമല്ല നവാഫിൽ ഐച്ഛികമായ നമസ്കാരം അല്ലേ, പലപ്പോഴും ഫർള് നിസ്കരിക്കാറില്ലാണ്, പക്ഷേ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. ഈ നാളുകളിൽ ഐച്ഛികമായ കർമ്മങ്ങളിൽ സജീവരാകുക. ഐച്ഛികമായ നമസ്കാരങ്ങൾ ഒരാൾ നിർവഹിക്കുന്നിടത്തോളം അള്ളാഹുവിന്റെ സ്നേഹവും അയാൾക്കുണ്ടാകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ധർമ്മം ചെയ്യുക, കുടുംബബന്ധം ചാർത്തുക, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളുമായി ഈ ദിവസങ്ങളെ സജീവമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസത്തിന്റെ എല്ലാ മഹത്വവും നേടിയെടുക്കുന്ന ശ്രേഷ്ഠതകളാൽ അള്ളാഹുവിന്റെ രീതിയിൽ ആചരിക്കപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ വാക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിശദീകരിച്ചത്. അതിനെ അതിൻ്റേതായ ഗൗരവത്തിൽ കണക്കാക്കുന്ന ഒരു ഹൃദയം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. അതിനെ പ്രാവർത്തികമാക്കുന്ന അവയവങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ പവിത്രമായ ഈ മാസത്തിലെ ശ്രേഷ്ഠകരമായ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഷ്ഠിക്കാനുള്ള മറ്റൊരു മഹത്തരമായ കർമ്മമാണ് നോമ്പെന്ന് പറയുന്നത്. അറഫ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാചാലനാണ്. ഒരുപാട് മഹത്വവും ഒരുപാട് ശ്രേഷ്ഠതകളും നിറയുന്ന അതിമഹത്തായ ഒരു കർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്നാണ് നബി വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ. ദുൽഹിജ്ജ 9 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു. നബിയെ സ്നേഹിക്കുന്ന, നബിയെ ഇഷ്ടപ്പെടുന്ന, നബി ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന വിശ്വാസികൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ ഒരു മാതൃകയെ പിൻപറ്റണമെന്നാണ്. റസൂലുള്ള ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ചെയ്യാൻ റസൂലുള്ള പ്രേരിപ്പിച്ചിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വാക്ക്. റസൂലുള്ള പറഞ്ഞു, സിയാമു യൗമി അറഫ. അറഫ ദിവസത്തെ ആ ഒരു നോമ്പ് അഥവാ ദുൽഹജ്ജ് 9 ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് അഹ്തസിബു അലല്ലാഹി യുകഫിറ സന അല്ലതി ഖബ്ലഹു. മുൻകഴിഞ്ഞു പോയൊരു വർഷത്തെ തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ അത് മുഖേന വിചാരിക്കുന്നുവെന്നാണ്. തീർന്നില്ല, വസ്സനത്തല്ലതി ബഅദഹു. ശേഷം വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തിന്മകൾ പൊറുക്കപ്പെടാൻ, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാൻ ഈ ഒരു നോമ്പ് നിമിത്തമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെ ആ ഒരു അറഫ നോമ്പിനെ സംബന്ധിച്ച് കൂടുതൽ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി അതിനെ കണക്കാക്കുക എന്നുള്ളതാണ് ഈ നബിവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ തിന്മകൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അറഫാ ദിനത്തോളം ശ്രേഷ്ഠമായൊരു ദിവസം ചിലപ്പോൾ ചില ഹദീസ് വായിക്കുമ്പോൾ തോന്നും വേറില്ല എന്ന്. കാരണം അന്ന് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ധാരാളം ആളുകളെയാണ്. അള്ളാഹു അറഫാ ദിനത്തിൽ രക്ഷപ്പെടുത്തുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നില്ല. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. അബ്ദൻ മിനന്നാർ. അബ്ദ് ഞാനാവട്ടെ, അബ്ദ് നമ്മളാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത് മിൻ യൗമി അറഫ. അത് അറഫയിലാണെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അന്ന് ഏറ്റവും നല്ല വാക്കുകൾ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അമ്പിയാക്കൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറു ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ നല്ല നിലക്ക്, ആ ആരാധനകളിലുള്ള സമീപനങ്ങളിൽ കൂടുതൽ ഗൗരവവും ഓർമ്മയും കൊണ്ടുവരുന്ന നിലക്ക് നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുന്ന ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. കാരണം ഇതിനെ മുഴുവൻ പഠിപ്പിച്ചു തന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിനെ ധാരാളം വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ പിന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തി, ഞാൻ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സൽ, ഇനി അള്ളാഹിനോട് ചോദിക്കുക, എന്താ വേണ്ടത്? തുഅത, നിനക്കത് നൽകപ്പെടുമെന്നാണ്. അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഈ നാളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഈ നാളുകൾ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അശ്രി ദിൽ ഹിജ്ജ, അല്ലാഹുമ്മ ഇഹ്ഫൽ ദൗലത്തൽ ഇമാറാത്തി മിൻ കുല്ലിൽ ജിഹാദ്, അല്ലാഹുമ്മ ഇന്നാ നസ്തഉദിക ഖിയാദതഹാ വഅഹ്ലഹാ വമൻ യഈശു അലാ അർളിഹാ, അല്ലാഹുമ്മ ഇഹ്ഫൽ ശൈഖ് മുഹമ്മദ് ബിൻ സായിദ് റഈസ് അദ്ദൗല ബിഹിഫ്ളിക് വകുൻ ലഹു ഔനൻ വസനദാ വഹാദിയൻ വമുശദ്ദിദാ വബാരിക് ഫി ഉംരിഹി وعمله اللهم وفقه ونوابه وولي عهده الأمين وشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ العمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم. وأقم الصلاة.